അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളന്ന് വീഡിയോയിൽ നോക്കുന്നത് 7ാം ക്ലാസ്സിലെ ലിസാനിൽ നിന്നുള്ള പൊതുപരീക്ഷയ്ക്ക് വന്നതായ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ആദ്യ പ്രവർത്തനം നുസ്ലുബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ നിന്നുള്ള താഴത്തെ വരിയുമായി യോജിച്ച് ഏതാണെന്ന് മനസ്സിലാക്കി താഴത്തേക്ക് എഴുതിയെടുക്കുക. ഒന്ന് ജംഉൽ മുദക്കർ സാലിമു, ജംഉ മുദക്കർ സാലിം അതേതാണ്? അതിൻ്റെ ഒരു ഉദാഹരണം മുകളിലെ ബ്രാക്കറ്റിലുണ്ട്. അത് സാജിദൂന. 2 ജംഉൽ മുഅന്നസ് സാലിം, ജംഉ മുഅന്നസ് സാലിം അതേതാണ്? മുഅല്ലിമാത്തു. ഉണ്ടോ? അവസാനം താ ആയിരിക്കും വരിക. ജംഉ മുഅന്നസ് സാലിമിൽ കണ്ട അവസാനം കണ്ടില്ലേ, അലിഫും താവുമാണ്. മറ്റേത് വാവും നൂനും ഏക്കാരം. 3 അൽ മുഫറദുൽ മുദക്കറു. ഇവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തതിൽ മുഫറദ് മുദക്കർ, അതായത് ഒരു പുരുഷന്, അതിന് പറയുന്ന ഒരു വാക്ക്, ഒരു ഉദാഹരണം മുകളിലുണ്ട്. മുസ്ലിമുൻ, ഒരു മുസ്ലിം. 4 അൽ ഹുറൂഫുൽ ജാസിമത്തു, ഹുറൂഫുൽ ജാസിമ, ജസ്മ് ചെയ്യപ്പെടുന്ന ഹർഫുകൾ, അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, അത് എത്രയാണെന്ന് കണക്കാണ് എഴുതേണ്ടത്. അത് ഖംസത്തുൻ, 5 5 അൽ ഹുറൂഫുൻ നാസിബ, നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ, നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ, അത് അർബഅത്തുൻ, 4 6 ഹുറൂഫുൽ അതുഫ്, അതുഫിൻ്റെ ഹർഫുകൾ, അതിൻ്റെ യോജിച്ചത് മുകളിലുണ്ട്, അശറത്തുൻ. ഇനി 2ാം പ്രവർത്തനം നളഉ അലാമത്തി സഹീഹി അലൽ മുനാസിബി, യോജിച്ചത് നേരെ ടിക്ക് ചെയ്ത് കൊടുക്കാനാണ്, ശരി ചെയ്ത് കൊടുക്കുക. 1 ജംഉ മുഅന്നസി സാലിമു യുർഫഉ ഡാഷ്, ജംഉ മുഅന്നസ് സാലിം റഫ് ചെയ്യും. എന്തുകൊണ്ടാണ്? ബിൽ ലമ്മത്തി എന്നാണോ, ബിൽ വാവി എന്നാണോ, ബിൽ അലിഫി എന്നാണോ? ശരിയായത് ബിൽ ലമ്മത്തി, ലമ്മ ചെയ്യൽ കൊണ്ടാണ്. 2 തഖൂമു മക്കാനൽ ഇസ്മി ലാഹിരി, തഖൂമു അത് നിൽക്കും, മക്കാമൽ ഇസ്മി ലാഹിരി, ലാഹിറായ ഇസ്മിൻ്റെ സ്ഥാനത്ത് അത് നിൽക്കും. ഏതാണ്? അൽ മുലാഫാണോ, അതുപോലെ ലമായിറാണോ, അതോ മഅതൂഫാണോ? ശരിയായത് ലമായിർ, ലമീറുകളാണ്. 3 ലൈസൽ ഖംറു ഡാഷ്, അത് പൂരിപ്പിക്കാനാണ്. അതിനെ യോജിച്ചത് ദാഉൻ എന്നാണോ, ദവാഉൻ എന്നാണോ, ദവാഅൻ എന്നാണോ? ശരിയായത് ദവാഅൻ, ലൈസൽ ഖംറു ദവാഅൻ. 4 നാസിബുൽ ഫിഅലിൽ മുലാരിഅ, മുലാരിഅ ഫിഅലിന് നസ്ബ് ചെയ്യുന്നത്, അത് കൈ എന്നാണോ, അതോ ലല്ല എന്നാണോ, ലൈത്ത എന്നാണോ? ശരിയായത് കൈ എന്നാണ്. 5 ഫതഹത്തി ഡാഷ് അൽ ബാബ, അവിടെ യോജിച്ച ഫിഅലിന് യോജിച്ച ഇസ്മു കൊണ്ടേ ചേർക്കുക. അൽ അബു എന്നാണോ, അൽ ഉമ്മു എന്നാണോ, അൽ അഖു എന്നാണോ? അവിടെ ഫതഹത്ത് എന്നല്ലേ വരുന്നത്, അപ്പോൾ അൽ ഉമ്മു ആണ്. മുഫറദ് മുഅന്നസിനുള്ള ഫിഅലാണ് കൊടുത്തിട്ടുള്ളത്. ഫതഹത്തിൽ ഉമ്മു അൽ ബാബ, ഉമ്മ വാതിൽ തുറന്നു. 6 അൽ മഫ്ഊലുൽ മുത്ലഖു, മഫ്ഊല് മുത്ലഖ്, ഇതിലേതാണ്? നായിബ് ഫായിലാണോ, അതോ ലർഫാണോ, അതോ മസ്തറാണോ? ശരിയായത് മസ്തറുൻ. ഇനി നുലാഹിലുൽ ജുമല വനക്തുബു ഫിൽ ഫറാഗി മാ യുത്ലബു, ഇവിടെ നമുക്ക് കുറച്ച് ജുംലകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് അതിൽ പറയുന്നത്, മുലാഫായിരിക്കും, അതല്ലെങ്കിൽ മുബത്തദ ഏതാന്ന് ചോദിക്കും. അത് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യണം, അവിടെ എഴുതി കൊടുക്കുക.
ഒന്ന് അൽ കഅബത്തു ഖിബ്ലത്തുൽ മുസ്ലിമീൻ. കഅബ എന്നത് മുസ്ലിമീങ്ങളുടെ ഖിബിലയാണ്. ഇതിൽ ഏതാണ് എടുത്തെഴുതേണ്ടത് അറിയോ? മുലാഫ് ഏതാണെന്നാണ്. മുലാഫ് ഖിബ്ലത്തു എന്നാണ്. ഇനി 2 ദഹബത്തു ഇല ബൈത്തിൽ ഉസ്താദി. ഞാൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോയി. ഇവിടെ അൽ മജറൂർ ഏതാണ്? അത് ബൈത്തി എന്നാണ്. 3 മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ഇതിൽ മുലാഫിൻ ഇലൈഹി ഏതാണ്? ഇവിടെ അല്ലാഹി എന്നതാണ് മുലാഫിൻ ഇലൈഹി. 4 അൽ ഖുർആനു കലാമുല്ലാഹി. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഇതിൽ മുബത്ത ഏതാണ്? മുബത്ത ഫസ്റ്റ് വരുന്നതിനാണ് മുബത്ത എന്ന് പറയാം ജുംലയിൽ. അൽ ഖുർആനു കലാമുല്ലാഹി. ഇനി 5 അൽ ഖംറു ഉമ്മുൽ ഖബാഇസി. ഈ പറയപ്പെട്ടതിൽ അൽ ഖബർ ഏതാന്ന് എഴുതാനാണ്. അൽ ഖംറു കള്ളാകുന്നത് മുബത്തദ, ഉമ്മു എന്നതാണ് എന്തത്? ഖബർ. ഇനി 6 അല്ലാഹു നൂറുസ് സമാവാതിൽ വൽ അർള്. ഇതിൽ മഅ്തൂഫ് ഏതാണ്? വൽ അർളി എന്നതാണ്. ഇനി 4 പ്രവർത്തനം നക്തുബു ഫിൽ ഫറാഗിൽ ഔഫഖ മിമ്മ ബൈനൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് ഇവിടേക്ക് എഴുതി കൊടുക്കുക. 1 ഡാഷ് യൂസുഫ് അലൈഹിസ്സലാം നായിമൻ. അവിടെ ഏതോ ഒന്ന് വിട്ടിട്ടുണ്ട്, അത് ബ്രാക്കറ്റിലുണ്ട്. ബാത്ത എന്നാണോ ലമ്മ എന്നാണോ കഅന്ന എന്നാണോ? അവിടെ ബാത്തയാണ്. അൽ വലതു ഡാഷ് യഹ്ലുറു ഫിൽ മദ്രസതി. അവിടെ യോജിച്ചത് ലൻ എന്നാണോ ലം എന്നാണോ ഹത്ത എന്നാണോ? ശരിയായത് ലം. അൽ വലതു ലം യഹ്ലുർ ഫിൽ മദ്രസതി. ഇനി 3 ഡാഷ് അൽ ഖംറു ദാഉൻ. നഹ്നു എന്നാണോ കൈ എന്നാണോ ലാക്കിന്ന എന്നാണോ? ശരിയായത് ലാക്കിന്ന. ലാക്കിന്നൽ ഖംറു ഖംറ ദാഉൻ. ലാക്കിന്നൽ ഖംറ ദാഉൻ. 4 ജാഅത്തിൽ ഉമ്മു ഡാഷ് അൽ ജദ്ദത്തു. ശരിയായത് ബലി എന്നാണ് കേട്ടോ. ജാഅത്തിൽ ഉമ്മു ബലിൽ ജദ്ദത്തു. 5 ഡാഷ് അൽ ഖംറ ഹറാമൻ അലീന. അവിടെ യോജിച്ചത് അൻത എന്നാണോ ഇന്ന എന്നാണോ കാന എന്നാണോ? അവിടെ ഇന്നയാണ്. ഇന്നൽ ഖംറ ഹറാമൻ അലീന. തീർച്ചയായും മദ്യപാനം നമ്മുടെ മേൽ ഹറാമാണ്. 6 ഇൽം അന്ന ഡാഷ് ഖരീബുൻ. അവിടെ വിട്ടുപോയത് ഏതാണെന്ന് എഴുതുക. അൽ മൗത്തി എന്നാണോ അൽ മൗത്തു എന്നാണോ അൽ മൗത്ത എന്നാണോ? ശരിയായത് മൗത്ത എന്നാണ്. ഇൽം അന്നൽ മൗത്ത ഖരീബ്. ഇനി പൂരിപ്പിക്കാനുള്ളതാണ് നുകമ്മിലു. 1 ഇദാ ലം യുദ്കർ മഅൽ ഫിഅലി ഫാഇലുഹു യുസമ്മ ഡാഷ്. യുസമ്മ മജ്ഹൂലൻ. 2 വമാ ബഅദ് ഹുറൂഫി അത്ഫി യുസമ്മ ഡാഷ്. അതിന് മഅ്തൂഫ് എന്ന് പറയാം. 3 ജംഉൽ മുദക്കരി സാലിം യുർഫഉ ഡാഷ്. ജംഉൽ മുദക്കർ സാലിം റഫു ചെയ്യുന്നത് എന്തുകൊണ്ടാ? ബിൽ വാവി.
വാവ് കൊണ്ടാണ് കേട്ടോ. 4 വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഡാഷ്. അവിടെ ചോദിച്ചത് ഇദാ ജാഅ അജലുഹാ. 5 ഇലസ്സമായി ആയത്താണ്. ഇലസ്സമായി കൈഫ റുഫിഅത്. 6 വൽ മഅ്തൂഫു യത്ബഉൽ മഅ്തൂഫ അലൈഹി ഡാഷ് ഫിൽ ഇഅ്റാബി. മഅ്തൂഫിന് അലൈഹി പിന്തുടരുന്നത് ഫിൽ ഇഅ്റാബി, ഇഅ്റാബിൻ്റെ വിഷയത്തിലാണ്. ഇനി നുബയ്യിനു വ്യക്തമാക്കാൻ അമലു കാന വഖവാതുഹ, കാനയുടെയും അതുപോലെ അതിൻ്റെ സഹോദരങ്ങളുടെയും അമൽ എന്താണ്? അത് തർഫഉൽ ഇസ്മ വ തൻസിബുൽ ഖബറ. അത് ഇസ്മിനിക്ക് റഫ്ഉ ചെയ്യുകയും തൻസിബുൽ ഖബറ ഖബറിനിക്ക് നസ്ബും ചെയ്യും. 2 അൽ മഅറൂഫ്. മഅറൂഫ് എന്നാൽ എന്താണ്? അത് ഫിഅലും യുദ്കർ മഅഹുൽ ഫാഇലു. ഫിഅലിൻ്റെ കൂടെ ഫാഇലിനെ പറയപ്പെട്ടാൽ അത് മഅറൂഫാണ്. ഇനി 3 ജംഉൽ മുദക്കരി സാലിം. ജംഉ മുദക്കർ സാലിം എന്നാൽ എന്താണ്? ഉത്തരം മാ ദല്ല അല അക്സറ മിൻ ഇത്നൈനി മഅ സലാമത്തി ബിനാഇ മുഫ്രദിഹി. ഇനി അവസാനത്തെ ചോദ്യം അൽ ഫിഉലുൽ മുളാരിഉ യുൻസബു മതാ. ഫിഉലു മുളാരി നസ്ബ് ചെയ്യപ്പെടും എപ്പോൾ? ഇദാ ദഖല അൽ ഫിഉലിൽ മുളാരിഇ നാസിബുൻ യുൻസബു. ഇതോടുകൂടെ നമ്മുടെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.